നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി അറൗണ്ടിനെ പറ്റിയാണ്. ബി അറൗണ്ട് എങ്ങനെയൊക്കെയാണ് ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കാറുള്ളത് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ തന്നെ ബി സബ്ജക്റ്റിനും ടെൻസിനും അനുസരിച്ച് മാറുമെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ബിയുടെ ഫോമുകളാണ് ഈസ്, ആമ, ആറ്. അതേപോലെ തന്നെ പാസ്റ്റ് ടെൻസിൽ വാസ്, വേറെ. ഫ്യൂച്ചർ ടെൻസിലാണെങ്കിൽ വിൽ ബി. അപ്പോൾ ഈ ഒരു ഫോം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് കേൾക്കുന്നവരൊന്നും പേടിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ ആ വേർഡ് എറൗണ്ടിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. എറൗണ്ട് എങ്ങനെയാണ് ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് എടുക്കാൻ പോകുന്നത്. നേറ്റീവ് സ്പീക്കേഴ്സ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു വേർഡാണ് എറൗണ്ട് എന്നുള്ളത്. ലൊക്കേഷനുമായിട്ട്, അതായത് ലൊക്കേഷൻസ് ഒക്കെ പറയുവാൻ വേണ്ടിയിട്ട് അവർ എറൗണ്ട് യൂസ് ചെയ്യാറുള്ളതാണ്, നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ്. നമ്മൾ പലർക്കും ചിലപ്പോൾ കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. മീൻസ് നേറ്റീവ് സ്പീക്കേഴ്സ് ഈ ഒരു വേർഡ് യൂസ് ചെയ്യുന്നത് കേട്ട് നമുക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്, എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന്. നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്. നമുക്ക് ഡയറക്റ്റ് സെൻറ്റൻസിലോട്ട് കിടക്കാം. സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകളാണ്, അവിടെയൊക്കെയാണ് നമുക്ക് ഡൗട്ടുകൾ വരാറുള്ളത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ സെൻറ്റൻസിലോട്ട് പോകാം. വാട്ട് ടൈം വിൽ യു ബി അറൗണ്ട്? ഈ ക്വസ്റ്റിൻ്റെ മലയാളം ആശയം എന്തെന്ന് വെച്ചാൽ, എത്ര മണിക്ക് നീ അവിടെ കാണും എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അവിടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ കാണും എന്ന് പറഞ്ഞത്, അതായത് അവിടെ എന്നുള്ള മലയാളം വേർഡ് ഉപയോഗിച്ചത്. പക്ഷേ അവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ക്വസ്റ്റ്യനിൽ അവിടെ ദേർ എന്നുള്ള ഒരു വേർഡ് ഉപയോഗിച്ചിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, വാട്ട് ടൈം വിൽ യു ബി അറൗണ്ട്? നീ എത്ര മണിക്ക് അവിടെ കാണും അല്ലെങ്കിൽ ഇവിടെ കാണും എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ അവിടെ അല്ലെങ്കിൽ ഇവിടെ എന്ന് പറയുന്നത്. പക്ഷേ ഒന്നെങ്കിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ആശയം അവിടെ അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഏതെങ്കിലും ലൊക്കേഷനാണ്. പക്ഷേ ഒരു ലൊക്കേഷൻ അവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ സന്ദർഭം, അതെപ്പോഴാണ് ആ കോൺവെർസേഷൻ നടക്കുന്ന ആ സന്ദർഭം ഇവിടെ ഞാൻ എഴുതിയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്. അതായത് നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് ഇങ്ങനെയായിരിക്കും. കോൺവെർസേഷനുകളിലും മൂവീസൊക്കെ കാണുമ്പോഴും നമ്മൾ ഇത്രേ കേൾക്കത്തുള്ളൂ, വാട്ട് ടൈം വിൽ യു ബി അറൗണ്ട്? നീ എപ്പോൾ അവിടെ കാണും, നീ എപ്പോൾ കാണും എന്നിങ്ങനെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്നുണ്ട്. അതായത് വേർഡ് ബൈ വേർഡ് മീനിങ് എടുത്ത് പഠിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അവിടെ തെറ്റിപ്പോകുന്നത്. നിങ്ങൾ ആശയപരമായിട്ട് ചിന്തിച്ചാൽ ആ സന്ദർഭം അനുസരിച്ചാണ് അവിടെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ, നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുമ്പോൾ എറൗണ്ട് എന്നേ പറയത്തുള്ളൂ. ഹിയർന്നോ ദേർന്നോ ആ ലൊക്കേഷൻ്റെ പേരോ പറയത്തില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം അവരേത് സ്ഥലത്തെ പറ്റിയാണോ പറയുന്നത് ആ ലൊക്കേഷനാണ് നമ്മൾ മനസ്സിലാക്കണം. വീട്ടിൽ വെച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ വീട്ടിൻ്റെ ആ ലൊക്കേഷനായിരിക്കും. വീട്ടിൽ എത്ര മണിക്ക് കാണുമെന്നായിരിക്കും ചോദിക്കുന്നത്. ഓഫീസാണെങ്കിൽ ഓഫീസിൽ എത്ര മണിക്ക് അവൈലബിൾ ആകും എന്നൊരു ചോദ്യമായിരിക്കും ചോദിക്കുന്നത്. ഇനി വേറൊരു സ്ഥലത്തെ പറ്റിയാണ് അവർ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എത്ര മണിക്ക് അവൈലബിൾ ആകും, പ്രസൻ്റ് ആകും എന്നൊരാശയത്തിലായിരിക്കും ചോദിക്കുന്നത്. അവിടെയാണ് നമ്മൾ തെറ്റിപ്പോകുന്നത്. അത് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. അപ്പോൾ വാട്ട് ടൈം വിൽ യു ബി അറൗണ്ട് എന്നേ ചോദിക്കത്തുള്ളൂ, എറൗണ്ട് എന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ. അത് ഓർത്ത് വെച്ചിരിക്കുക. അവിടെയാണ് നമ്മൾ തെറ്റിപ്പോകും. നിങ്ങൾ ആശയപരമായിട്ട് ചിന്തിച്ചാൽ ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റത്തില്ല. ഇങ്ങനത്തെ ഇതേ പാറ്റേണിലുള്ള എക്സ്പ്രഷനുകളാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. അത് നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ സന്ദർഭം മനസ്സിലാക്കുക. കോൺവെർസേഷൻ കേൾക്കുവാണെങ്കിൽ കാണുവാണെങ്കിൽ നിങ്ങൾ ഡിക്ഷണറി ബേസ് ആശയത്തിലോട്ട് പോകാതെ അത് മനസ്സിലാക്കുകയാണ്. ഒരു സിനിമ നമ്മൾ കാണുന്നതിലോട്ടൊന്ന് മനസ്സിലാക്കുകയാണ് അവരെന്താണ് പറയുന്നത് എന്ന്. അത് മനസ്സിലാക്കി പിടികിട്ടിയാൽ നമുക്ക് നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുന്നതിൻ്റെ കൂട്ട് നമുക്കും സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഫ്യൂച്ചർ ടെൻസ് ആണ്, വിൽ ബി ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നീ എപ്പോൾ അവിടെ കാണും, ഇവിടെ കാണും. ലൊക്കേഷൻ ഏത് ഭാഗം ഞാൻ അങ്ങനെ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ, നമ്മുടെ ഭാഷയുമായിട്ട് ഒന്ന് ചേർന്ന് വരത്തുള്ളൂ. അപ്പോൾ നീ എപ്പോൾ അവിടെ കാണും, നീ എത്ര മണിക്ക് അവൈലബിൾ ആകും എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. അതിൻ്റെ ആശയമാണ് ഐ വിൽ ബി അറൗണ്ട് ആഫ്റ്റർനൂൺ. ഞാൻ ഉച്ചയ്ക്ക് ശേഷം അവൈലബിൾ ആകും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഐ വിൽ ബി അറൗണ്ട് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ 12 o'clock എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞാൻ അവൈലബിൾ ആകും, ഞാൻ പ്രസൻ്റ് ആകും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. മീൻസ് എന്ന് വെച്ചാൽ ലിസണർക്ക് ഏത് സമയവും എന്നെ കാണാൻ സാധിക്കും, നമ്മൾ തമ്മിൽ എപ്പോഴും ഏത് സമയത്തും കണ്ടുമുട്ടാൻ സാധിക്കും എന്ന് പറഞ്ഞൊരു ആശയമാണ്. അതായത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും എന്ന് നമ്മൾ പറയത്തില്ലേ, ആ ഒരു ആശയമാണ്. അപ്പോൾ അവിടെയും ലൊക്കേഷൻ പറഞ്ഞിട്ടില്ല, ഐ വിൽ ബി അറൗണ്ട് ആഫ്റ്റർനൂൺ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. ലൊക്കേഷൻ എങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആ സന്ദർഭം അനുസരിച്ചാണ്. അവർ ഏത് ലൊക്കേഷനെ പറ്റിയാണ് സംസാരിക്കുന്നത്? ഓഫീസിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഓഫീസിലായിരിക്കും. ഇനി വേറൊരു സ്ഥലത്തെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അവിടെ ആഫ്റ്റർനൂൺ അവൈലബിൾ ആകുമെന്നായിരിക്കും അതിൻ്റെ ആശയം. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കാറുള്ളതാണ്. ഐ വിൽ ബി അറൗണ്ട് ലേറ്റർ ടുഡേ. ഇതിൻ്റെ മലയാളത്തിൽ ആശയം എന്തെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് അവൈലബിൾ ആകും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. മീൻസ് ഇന്ന് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ കാണാൻ ചാൻസ് ഉണ്ട്. മീൻസ് ഞാൻ ഫ്രീ ആണ്, ഞാൻ അവൈലബിൾ ആണ്, പ്രസൻ്റ് ആണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ് ഐ വിൽ ബി അറൗണ്ട്
ലേറ്റർ ടുഡേ, ഞാൻ ഇന്ന് അവൈലബിൾ ആണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. അവിടെ എറൗണ്ട് ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല, ആ സന്ദർഭത്തിനനുസരിച്ചാണ് വരുന്നത്. ഞാൻ പറഞ്ഞ വിട്ട് വീട്ടിൽ വെച്ച് സംസാരിക്കുകയാണെങ്കിൽ വീട്ടിലായിരിക്കും, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ വീട്ടിലൊക്കെ തന്നെ കാണും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. ഓഫീസിലാണെങ്കിൽ ഞാൻ ഓഫീസിൽ തന്നെ കാണും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ ആ ഒരു ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അതേ സെൻറ്റൻസ് തന്നെയാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. വിൽ ബിക്ക് പകരം ഗോയിങ് ടു ചേർത്ത് ഫ്യൂച്ചർ ടെൻസ് രണ്ട് തരത്തിൽ നിർമ്മിക്കാമെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. വില്ലും ഗോയിങ് ടു ചേർത്ത്. അപ്പോൾ ഗോയിങ് ടു ചേർത്ത് അവിടെ എഴുതിയിരിക്കുകയാണ് ഐ ആം ഗോയിങ് ടു ബി അറൗണ്ട് ലേറ്റർ ടുഡേ, ഞാൻ ഇന്ന് അവൈലബിൾ ആയിരിക്കും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. അതായത് റെസ്റ്റ് ഓഫ് ദ ഡേ അവൈലബിൾ ആയിരിക്കും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വേണം നമ്മൾ എറൗണ്ട് മനസ്സിലാക്കാൻ. ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുവാൻ ചാൻസ് ഉള്ളൂ. നേറ്റീവ് സ്പീക്കേഴ്സ് ഇത്ര മാത്രമേ പറയത്തുള്ളൂ. ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ കോൺവെർസേഷനിൽ പറയത്തില്ല, ഇങ്ങനെ വളരെ ചുരുക്കിയേ പറയാറുള്ളൂ. അത് ഓർത്ത് വെച്ചിരിക്കുക. ഇങ്ങനെ പറയുമ്പോഴായിരിക്കും നമുക്കവിടെ ഡൗട്ട് വരുന്നത്. കാരണം അവിടെ സ്പെസിഫിക് ആയിട്ടൊരു ലൊക്കേഷനോ സ്ഥലമോ ഒന്നും പറഞ്ഞിട്ടില്ല, എറൗണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മളെങ്ങനെ മനസ്സിലാക്കേണ്ടത്, ആ സാഹചര്യത്തിൽ എവിടെ വെച്ചാണോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഏത് സ്ഥലത്തെ പറ്റിയാണോ സംസാരിക്കുന്നത് അവിടെയായിരിക്കും അവൈലബിൾ ആകുമോ അവൈലബിൾ ആകത്തില്ലയോ എന്നൊക്കെ പറയുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. നെഗറ്റീവാണ്. ആ രണ്ട് സെൻറ്റൻസ് നെഗറ്റീവായിട്ട് എഴുതിയിരിക്കുന്നേ ഉള്ളൂ. ഐ വോണ്ട് ബി എറൗണ്ട് ലേറ്റർ ടുഡേ, അത് മീൻസ് ഞാൻ ഇന്ന് കാണില്ല എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. അത് തന്നെയാണ് ഞാൻ ഗോയിങ് ടു ചേർത്ത് ചെയ്തിരിക്കുകയാണ്. ഐ ആം നോട്ട് ഗോയിങ് ടു ബി എറൗണ്ട് ലേറ്റർ ടുഡേ, ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കാണത്തില്ല എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ്. ഉച്ചയ്ക്ക് ശേഷമോ ഇനിയുള്ള സമയങ്ങളോ എന്നെ കാണാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. വളരെ നാച്ചുറലായിട്ട് ഉപയോഗിക്കുന്ന സെൻറ്റൻസ് ആണ്. ഫ്ലുവൻ്റ് ആയിട്ട് മീൻസ് എന്ന് വെച്ചാൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് ഇതെല്ലാം എറൗണ്ട് വെച്ചുള്ള നമ്മൾ ഡെയിലി സംസാരിക്കുമ്പോഴൊക്കെ. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ഈസ് ഹീ എറൗണ്ട് ഹിയർ, അവൻ എവിടെയെങ്ങാണോ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഉണ്ടായിരുന്നു എന്നല്ല, പാസ്റ്റൻസ് അല്ല. ഈസ് ഹീ എറൗണ്ട് ഹിയർ, അവൻ എവിടെയെങ്ങാണോ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അവിടെ ഞാൻ ഹിയർ ചേർക്കുന്നേ ഉള്ളൂ. ഹിയർ ചേർക്കാതെ നമുക്ക് പറയാം. ഹിയർ ചേർക്കാതായിരിക്കും നിങ്ങൾ കേൾക്കാൻ ചാൻസ് ഉള്ളത്. ഈസി എറൗണ്ട്, അവൻ എവിടെയെങ്ങാണോ കാണുമോ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഹിയർ നിങ്ങൾക്ക് ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ കേൾക്കുവാൻ ചാൻസ് ഉള്ളത് ഹിയർ ഒന്നും ഇല്ലാതായിരിക്കും. ഈസി എറൗണ്ട്, അവൻ എവിടെയെങ്ങാണോ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അവൻ ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, നോ ഹീ ഈസിഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഹീ ഈസ് ഇൻ ഹിയർ, അവൻ ഇവിടെ ഇല്ല എന്നും ഹിയറും ചേർത്ത് നിങ്ങൾക്ക് പറയാം. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. പാസ്റ്റ് ടെൻസിൽ ഞാൻ താഴെ എഴുതിയിരിക്കുകയാണ് വാസ് ഷീ എറൗണ്ട്, അവൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പാസ്റ്റ് ടെൻസ് ആണ്. വാസ് ചേർത്ത് ഞാൻ ചോദിച്ചിരിക്കുന്നേ ഉള്ളൂ. വാസ് ഷീ എറൗണ്ട്, അവൾ എവിടെയെങ്ങാണോ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ അവിടെ എറൗണ്ട് ഏത് ലൊക്കേഷനും ആകാം. ഏത് ലൊക്കേഷനെ പറ്റിയാണോ നമ്മൾ സംസാരിക്കുന്നത്, ഇവിടെ അല്ലെങ്കിൽ അവിടെ അല്ലെങ്കിൽ നമ്മൾ ഏത് ലൊക്കേഷനാണോ ആ സ്ഥലമാകാം. വാസ് ഷീ എറൗണ്ട്, അവൾ എവിടെയെങ്ങാണോ ഉണ്ടായിരുന്നോ അവിടെ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇന്ന ലൊക്കേഷൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതുതന്നെ നമുക്ക് ഞാൻ മുമ്പേ പറഞ്ഞിട്ട് ദെയറും ഹിയറും ഒക്കെ ചേർത്ത് ചോദിക്കാം. വാസ് ഷീ ദെയർ, വാസ് ഷീ ഹിയർ എന്നിങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ എറൗണ്ട് ചേർത്താണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. അതേപോലെ തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഞാൻ അവിടെ എഴുതിക്കുന്നുള്ളൂ. ഹാസ് ഷീ ബീൻ എറൗണ്ട്, അവൾ എവിടെയെങ്ങാണോ വന്നിരുന്നോ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ. അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നേരത്തെ മുതൽ പാസ്റ്റ് ടെൻസ് മുതൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് വരെ എന്തെങ്കിലും ആക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവൾ ഇവിടെയെങ്ങാനും വന്നിരുന്നോ, അവൾ ഇവിടെയെങ്ങാനും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇപ്പോഴെങ്ങാനും ഇവിടെ വന്നിരുന്നോ, ഇപ്പോഴെങ്ങാനും ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ആർ യു ഫ്രം എറൗണ്ട് ഹിയർ, ഇതും നമ്മൾ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ആർ യു ഫ്രം എറൗണ്ട് ഹിയർ, ഇത് മലയാളത്തിൽ പറഞ്ഞാൽ നീ ഇവിടെ നിന്നാണോ എന്ന് നമ്മൾ ചോദിക്കാറില്ല. മീൻസ് നീ ഇവിടെയാണോ താമസിക്കുന്നത് എന്ന് ചോദിക്കാറില്ല. ഈ ഏരിയയിലാണോ താമസിക്കുന്നത് എന്ന് ചോദിക്കാറില്ലേ. ഡു യു ലീവ് ഹിയർ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ. ആ ഒരു ആശയമാണത്. ആർ യു ഫ്രം എറൗണ്ട് ഹിയർ, നീ ഇവിടെ നിന്നാണോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഈ ഒരു ലൊക്കാലിറ്റിയിൽ നിന്നാണോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അവിടെ നമുക്ക് ഈ ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന് കൺഫേം ചെയ്ത് പറയാം. കാരണം എന്തെന്ന് വെച്ചാൽ എറൗണ്ടിൻ്റെ മുന്നിൽ ഫ്രം വന്നതുകൊണ്ട് നമുക്കൊന്ന് ഉറപ്പിക്കാം ഈ ലൊക്കാലിറ്റിയിൽ നിന്നാണോ, ഈ ഏരിയയിൽ നിന്നാണോ, ഈ ചുറ്റുപാട്ടിൽ നിന്നാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ആ ഒരു ആശയമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് എറൗണ്ടിൻ്റെ ഫ്രണ്ടിൽ ഫ്രം വന്നതുകൊണ്ട്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, നോ ഐ ആം നോട്ട് ഫ്രം എറൗണ്ട് ഹിയർ, ഞാൻ ഇവിടെ നിന്നല്ല. മീൻസ് ഞാൻ ഇവിടെ നിന്നല്ല, ഇവിടെയല്ല താമസിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം. ഐ ആം നോട്ട് ഫ്രം എറൗണ്ട് ഹിയർ എന്ന് നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ അവിടെയാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം യെസ് ഐ ആം എന്നും നിങ്ങൾക്ക് റീപ്ലൈ കൊടുക്കാം. അപ്പം എറൗണ്ടിൻ്റെ ഒരു ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. എറൗണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുന്നത് കേൾക്കുവാൻ ചാൻസ് ഉള്ളത്. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയത്തില്ല, എറൗണ്ട് എന്ന് ചേർത്ത് അവിടെ നിർത്തും. അവിടെ ലൊക്കേഷൻ എങ്ങനെയാണ് മനസ്സിലാകുന്നത് വെച്ചാൽ ആ കോൺവെർസേഷൻ ശ്രദ്ധിക്കുക. അവർ ഏത് സ്ഥലത്തെ പറ്റിയാണോ പറയുന്നത്, ഏത് ലൊക്കേഷനെ പറ്റിയാണോ പറയുന്നത്, അല്ലെങ്കിൽ ഏത് ലൊക്കേഷനെ പറ്റി നിന്നാണോ പറയുന്നത്, അതായിരിക്കും ആ ലൊക്കേഷൻ. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു.
ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. കുറച്ച് സിറ്റുവേഷൻസ് ഉള്ള എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. 2 സെൻറ്റൻസ് നോക്കാം. I have an important appointment, so I won't be around later today എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. അതായത് എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, സോ ഐ വോണ്ട് ബി അറൗണ്ട് ലേറ്റർ ടുഡേ, അതുകൊണ്ട് ഞാൻ ഇന്ന് കാണില്ല എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. ഇത് ഓഫീസിലെ ഒരു സംസാരമാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം ഓഫീസിൽ കാണില്ല എന്നാണ് ഇതിൻ്റെ ആശയം. ആ ഓഫീസിൽ അവിടെ എവിടെയെങ്കിലും കാണത്തില്ല എന്നാണ് ഇതിൻ്റെ ആശയം. പിടികിട്ടിയെന്ന് വിചാരിക്കുന്ന അവിടുത്തെ ആ ലൊക്കേഷൻ. ഒരു സെൻറ്റൻസ് ഇവിടെ നോക്കാം. ഐ വോണ്ട് ബി അറൗണ്ട് ലേറ്റർ ടുഡേ, സോ ഇഫ് യു നീഡ് എനിത്തിങ് പ്ലീസ് റീച്ച് മീ ഔട്ട് മീ നൗ. അതായത് ഞാൻ ഇന്ന് കാണത്തില്ല. ഇഫ് യു നീഡ് എനിത്തിങ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ് റീച്ച് ഔട്ട് മീ നൗ, എന്നെ ഇപ്പോൾ കോൺടാക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇതും ഓഫീസ് ടാക്കാണ്. അപ്പോൾ ഇവിടെ ഏത് ലൊക്കേഷനാണെന്ന് വെച്ചാൽ ആ ഓഫീസാണെന്ന് നമുക്ക് ആ സെൻറ്റൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു എങ്ങനെ ലൊക്കേഷൻ കണ്ടുപിടിക്കണമെന്ന്. ഇനി ഞാൻ കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസ് പറയാൻ പോവുകയാണ്. ഇവിടെ എല്ലാം എറൗണ്ട് കൊടുത്തിരിക്കുന്ന ആശയം എന്തെന്ന് വെച്ചാൽ നിയർ ബൈ ലൊക്കേഷനാണ്. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ ആ ചുറ്റുവട്ടം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതിന് തൊട്ടടുത്തുള്ള ഏരിയാസിനെയൊക്കെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതായത് എറൗണ്ട് കൊടുക്കുന്ന ആശയം നിയർ ബൈ ഏരിയാസ്, ഞാൻ ഈ പറയുന്ന ഏരിയയുടെ ചുറ്റുവട്ടം എന്നിങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. ആ ഒരു ആശയമാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന സെൻറ്റൻസുകളിലെല്ലാം. നമുക്ക് നോക്കാം. ഇതിനെ കോൺവെർസേഷൻ സെൻറ്റൻസ് ആണ്. ഇവിടെ എല്ലാം എറൗണ്ട് യൂസ് ചെയ്തിരിക്കുന്ന ആശയം ആ ചുറ്റുവട്ടം അല്ലെങ്കിൽ ആ ലൊക്കാലിറ്റി എന്നൊരാശയമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. You will find a nice coffee shop somewhere around this area. അതായത് കോഫി ഷോപ്പ് ചോദിച്ചു വന്ന ഒരാളോട് ഞാൻ പറയുന്നതാണ് യു വിൽ ഫൈൻഡ് എ നൈസ് കോഫി ഷോപ്പ് സംവെയർ അറൗണ്ട് ദിസ് ഏരിയ. നിങ്ങൾക്ക് ഈ ഏരിയയിൽ എവിടെയോ നല്ലൊരു കോഫി ഷോപ്പ് കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ അവിടെ എറൗണ്ട് കൊടുത്തിരിക്കുന്ന ആശയം ആ ലൊക്കാലിറ്റി നിയർ ബൈ പ്ലേസിൽ ഒരു കോഫി ഷോപ്പ് നിങ്ങൾക്ക് കാണാം അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ ഞാൻ എറൗണ്ട് ചേർത്തിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ സംവെയർ എന്ന് പറഞ്ഞാൽ ആഡ്വർബ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും. സംവെയർ എന്ന് വെച്ചാൽ അൺസ്പെസിഫൈഡ് ലൊക്കേഷനൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് അറിഞ്ഞുകൂടാത്ത സ്ഥലങ്ങളൊക്കെ പറയുവാൻ വേണ്ടിയിട്ട് നമ്മൾ സംവെയർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മലയാളത്തിൽ പറഞ്ഞാൽ എവിടെയോ, ഇവിടെ എവിടെയോ എന്നൊക്കെ നമ്മൾ പറയത്തില്ല. ആ എവിടെയോ എന്നുള്ളൊരാശയം നമുക്കറിയാത്തൊരു സ്ഥലം ഇന്നിടത്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സംവെയർ ആ ഒരു ആഡ്വർബ് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ കോഫി ഷോപ്പ് അവിടെ എവിടെയോ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ സംവെയർ ചേർത്തിരിക്കുന്നത്. അപ്പോൾ എറൗണ്ട് കൂടെ വന്നപ്പോൾ ആ നിയർ ബൈ ലൊക്കേഷനിൽ എവിടെയോ ആണ് എന്നാണ് മൊത്തത്തിൽ ആ സെൻറ്റൻസിൻ്റെ ആശയം. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ദ ബസ് സ്റ്റോപ്പ് ഷുഡ് ബി അറൗണ്ട് ദ ഇൻ്റർസെക്ഷൻ. ഇത് ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ബസ് സ്റ്റോപ്പ് അറിയത്തില്ല, ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യുകയാണ്. ബസ് സ്റ്റോപ്പ് എവിടെയായിരിക്കും എന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ സുഹൃത്തിനോട് പറയുകയാണ് ദ ബസ് സ്റ്റോപ്പ് ഷുഡ് ബി അറൗണ്ട് ദ ഇൻ്റർസെക്ഷൻ. ബസ് സ്റ്റോപ്പ് ഇൻ്റർസെക്ഷന് അടുത്തായിരിക്കും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അവിടെ എറൗണ്ട് കൊടുത്തിരിക്കുന്ന ആശയം ആ നിയർ ബൈ ഇൻ്റർസെക്ഷന് തൊട്ടടുത്തായിരിക്കും, ആ നിയർ ബൈ ലൊക്കാലിറ്റി വല്ലതും ആയിരിക്കും എന്നൊരാശയമാണ് ഇവിടെ എറൗണ്ട് കൊടുത്തിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. ദ മ്യൂസിയം ഈസ് ലൊക്കേറ്റഡ് അറൗണ്ട് ദ സിറ്റി സെൻറ്റർ. മ്യൂസിയം സിറ്റി സെൻറ്ററിൻ്റെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ സിറ്റി സെൻറ്ററിൻ്റെ അടുത്താണ്, അതിന് നിയർ ബൈ പ്ലേസിലാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ എറൗണ്ട് ചേർത്തിരിക്കുന്നത്. പിടികിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. ദ ഹോട്ടൽ ഷുഡ് ബി അറൗണ്ട് ദ മെയിൻ സ്ട്രീറ്റ്. ഹോട്ടൽ മെയിൻ സ്ട്രീറ്റിൻ്റെ അടുത്തായിരിക്കും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. അവിടെ എറൗണ്ട് കൊടുത്തിരിക്കുന്ന ആശയം അതിന് നിയർ ബൈ പ്ലേസിൽ അടുത്തായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ എറൗണ്ട് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കോൺവെർസേഷനാണ്, രണ്ടുപേരും നമ്മൾ സംസാരിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്. ഹോട്ടൽ മെയിൻ സ്ട്രീറ്റിൻ്റെ അടുത്തായിരിക്കും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. അതിൻ്റെ തൊട്ടടുത്തായിരിക്കും, ആ ഏരിയയിലായിരിക്കും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. നെക്സ്റ്റ്, യു ക്യാൻ ഫൈൻഡ് ദ മാർക്കറ്റ് സംവെയർ അറൗണ്ട് ദിസ് പാർക്ക്. നിങ്ങൾക്ക്, അതായത് മാർക്കറ്റ് ചോദിച്ചു വന്ന ഒരാളോട് പറയുകയാണ് യു ക്യാൻ ഫൈൻഡ് ദ മാർക്കറ്റ് സംവെയർ അറൗണ്ട് ദിസ് പാർക്ക്. നിങ്ങൾക്ക് മാർക്കറ്റ് ഈ പാർക്കിൻ്റെ ചുറ്റുവട്ടത്ത് നിയർ ബൈ പ്ലേസിൽ കാണാം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. അവിടെ എവിടെയെങ്കിലും കാണാം അല്ലെങ്കിൽ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. നെക്സ്റ്റ്, യു ക്യാൻ ഗ്രാബ് എ ടാക്സി അറൗണ്ട് ദ എൻട്രൻസ് ഓഫ് ദ ഷോപ്പിംഗ് മാൾ. ഇത് ടാക്സി അന്വേഷിച്ച് വന്ന ഒരാൾ പറയുന്നതാണ് യു ക്യാൻ ഗ്രാബ് എ ടാക്സി അറൗണ്ട് ദ എൻട്രൻസ് ഓഫ് ദ ഷോപ്പിംഗ് മാൾ. ഷോപ്പിംഗ് മാളിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എവിടെയോ നിന്ന്, ആ ചുറ്റുപാടത്ത് നിന്ന് അല്ലെങ്കിൽ നിയർ ബൈ പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് ടാക്സി പിടിക്കാം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. നെക്സ്റ്റ്, ദ ജിം ഈസ് സംവെയർ അറൗണ്ട് ദ കൊമേഴ്ഷ്യൽ ഡിസ്ട്രിക്ട്. ഇത് ജിമ്മിൻ്റെ കാര്യം, ജിം എവിടെയാണെന്ന് ഞാൻ സുഹൃത്തിനോട് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. ജിം ഈസ് സംവെയർ അറൗണ്ട് ദ കൊമേഴ്ഷ്യൽ ഡിസ്ട്രിക്ട്. ജിം കൊമേഴ്ഷ്യൽ ഡിസ്ട്രിക്റ്റിൻ്റെ അടുത്തെവിടെയോ ആണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇത്രയും സെൻറ്റൻസുകൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിയർ ബൈ ലൊക്കേഷൻ, ആ ചുറ്റുവട്ടം എന്നിങ്ങനെയൊക്കെ പറയുവാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ എറൗണ്ട് ചേർത്തിരിക്കുന്നത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, മനസ്സിൽ ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് അറൗണ്ട് തെറ്റത്തില്ല. ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇനി ഒരിക്കലും തെറ്റത്തില്ല. മനസ്സിലൊന്ന് ഓർക്കുക. സ്ഥിരമായിട്ട് നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്യാൻ മടിക്കുന്നൊരു വേർഡാണ്, പക്ഷേ വളരെ ഈസിയാണ്. ഈ ഒരു ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. സെൻറ്റൻസുകളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. പലപ്പോഴായിട്ട് സ്പെസിഫൈ നേറ്റീവ് സ്പീക്കേഴ്സ് പറയുവാണെങ്കിൽ എക്സാക്റ്റ് ആ ലൊക്കേഷൻ പറയാറില്ല. കോൺവെർസേഷൻ പറയുമ്പോൾ ഞാൻ ആദ്യം എടുത്ത എക്സാമ്പിൾ സെൻറ്റൻസിൻ്റെ കൂട്ട് പറയുമ്പോൾ രണ്ടാമതെടുത്ത എക്സാമ്പിൾ സെൻറ്റൻസിൻ്റെ കൂട്ട് പറയാറുണ്ട്. നമ്മൾ നോർമലായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഇവിടെ കാണും, ഞാൻ അവിടെ കാണും, ഉച്ചയ്ക്ക് ശേഷം ഇവിടെ കാണും എന്തെങ്കിലുമൊക്കെ പറയുന്ന നേരത്ത് ലൊക്കേഷൻ പറയാറില്ല. അത് ഇംഗ്ലീഷിൽ മാത്രമല്ല, നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയാറില്ലല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.